ഹണി റോസിന്റെ ലൈംഗികാധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കി. കേസിൽ വാദം പുരോഗമിക്കുകയാണ്. ബോബിയുടെ ജാമ്യത്തെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തു. സ്ത്രീയുടെ ശരീരഘടനയെക്കുറിച്ച് അശ്ലീല ചൊവ്വയോടെ സംസാരിക്കുന്നത് ലൈംഗികാതിക്രമമായി കണക്കാക്കാമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മറ്റൊരു കേസിൽ വിധിച്ചിരുന്നു. ഇതുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം നൽകട്ടെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 75 വകുപ്പ്, IT ആക്ടിലെ 67 വകുപ്പ് എന്നിവ പ്രകാരമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കണ്ണൂർ ആലക്കോട് ജ്വല്ലറി ഉദ്ഘാടനത്തിനിടെ ബോച്ചെ ഹണി റോസിനെ കുന്തി ദേവിയോട് ഉപമിക്കുന്നതും മറ്റു ചില പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇതോടെയാണ് ഹണി റോസ് ബോച്ചയുടെ പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയത്. പിന്നീട് വ്യക്തിവൈരാഗ്യമായി മാറി. തന്നെ ധിക്കരിച്ച നടിയെ പരോക്ഷമായി വേട്ടയാടുകയായിരുന്നു ബോബി ചെമ്മണ്ണൂർ എന്നാണ് നടി പറയുന്നത്. തനിക്കെതിരെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഏറ്റവും ഒടുവിൽ ഹണി റോസ് പോലീസിൽ പരാതി നൽകിയത് സഹികെട്ടതോടെയാണെന്നാണ് പറയുന്നത്. തനിക്കും കുടുംബവും വേണ്ടപ്പെട്ടവരുമുണ്ടെന്നും മുഖമില്ലാത്ത അശ്ലീല പ്രചാരകർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നുമാണ് ഹണിയുടെ പരാതിയിൽ പോലീസിനോട് ആവശ്യപ്പെടുന്നത്. 4 മാസം മുൻപ് കണ്ണൂർ ആലക്കോട് ചെമ്മണ്ണൂർ ജ്വല്ലറി ശാഖയുടെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ തനിക്കെതിരെ മോശം പരാമർശം നടത്തിയതെന്നും ഹണി റോസ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ആ പരിപാടി കഴിഞ്ഞയുടനെ തന്റെ വീട്ടുകാരുമായി ഈ വിഷയം താൻ ചർച്ച ചെയ്തിരുന്നു. തുടർന്ന് മാനേജരെ വിളിച്ച് ബോബി ചെമ്മണ്ണൂരിന്റെ പെരുമാറ്റം മോശമായി തോന്നിയെന്നും ഇനി ആ സ്ഥാപനവുമായി സഹകരിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അത് കഴിഞ്ഞും അദ്ദേഹം തന്റെ ശരീരത്തെ പറ്റി സോഷ്യൽ മീഡിയയിൽ മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. സഹികെട്ടാണ് താൻ കേസ് ഫയൽ ചെയ്തതെന്നുമാണ് ഹണി റോസിന്റെ നിലപാട്. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ.